ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു ചാലഞ്ചിങ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എന്ത് ചാലഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് കണ്ടോ, ഇത് നാരങ്ങ അല്ല, ഇത് ഓറഞ്ച് ആണ്, കുഞ്ഞു ഓറഞ്ച്. നല്ല പുളിയായി, നല്ല പുളി. എന്റെ അഖിലിച്ചനെ കാണത്തോന്നില്ല. അപ്പൊ ഇത് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. പണിഷ്മെന്റ് ഒന്നും ഇല്ല, എന്നാലും കഴിക്കണം. പാട്ട് പാടും, ആ പാട്ട് തെറ്റിപ്പോന്നവർക്ക് ഈ സംഭവം അതല്ല ഞങ്ങള് ഫസ്റ്റ് മാറ്റിയതാ. ഇനി നമുക്ക് ഇത് തന്നെ തിന്നാൻ. ഇത് പൊളിച്ചിട്ട് ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് രേശത്തെ പൊളിച്ചോണ്ടിരിക്കുവാണേ. ഇതൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല ഗൈസ്. മറ്റേ ചെറുനാരങ്ങ തന്നെ നമുക്ക് കഴിച്ചേനെ. ഇതിന് നല്ല പുളിയാട്ടോ, അത്രയൊന്നും അല്ല. കണ്ടോ, ഉണ്ണി എങ്കിലും ചേച്ചാണ് എക്സ്പ്രഷൻ ഇപ്പോഴേ ആവാൻ തുടങ്ങുക. എടാ എനിക്കും പൊളിച്ചു വെച്ചു. ഇതൊക്കെ എന്ത്, ഇതിലും കടന്നവനാണ് ഈ കേക്ക്. അല്ല പുളിയല്ല, തീർന്ന എന്തൊക്കെയോ ഇത് വിചാരിക്കുന്നവരൊന്നും അല്ല. ചേച്ചി ചേച്ചി എപ്പോഴും പൊളിച്ചൊക്കെ വെച്ചു കേട്ടോ. ഇപ്പഴേ എക്സ്പ്രഷൻ ഇട്ട് ചാവാം. രൗദ്രം പാവം. ഞാൻ മൊത്തം പിരിഞ്ഞിടി. ഇനി അടുത്ത് ഞാനാണ് ഗൈസ്. പോയി നിക്ക് കൂട്ടാ. നിനക്ക് വേണ്ട, ഇനി അവിടുത്തെ ആക്കണേ. ഞാൻ തരാം. അത് മണിയുടെ എക്സ്പ്രഷൻ ആണ്. സിംഗം സിംഗം തീപ്പൊരി മണി. നിനക്ക് പുളി തന്നിട്ടേ. ചിലതിന് ഭയങ്കര പുളിയാ, ചിലതിന് ഭയങ്കര പുളിയാ. എനിക്കത് പുളിച്ച് ഒന്നാം ഒരു വയ്യാത്ത കൊച്ചിനെ പോലെ നിൽക്കുന്ന കൊച്ചിനെ കണ്ടോ. പച്ചയാണ് പൊളിച്ചു കൊടുത്തേ. ഓക്കെ, നീ വിഴുങ്ങുമായിരുന്നു എന്നെ. ഞാൻ ചാപ്പിച്ചിരുന്നുണ്ട് കൈ. സത്യം പറയണേ, എനിക്ക് പുളിയൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ഇത് ഉണ്ണിയും തിന്നു. ബാക്കി മൂന്നാലെണ്ണം വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഉപ്പും കൂടി തന്നെ അടിക്കണം ഗൈസ്. നീ ഇപ്പൊ എടുത്തോണ്ടോടെ, നീ ഇപ്പൊ ഇപ്പെടുത്തുണ്ടോ? പോ, ഞാൻ പോയി ഇപ്പെടുത്തല്ല. അയ്യോ, ഇത് ഭയങ്കര പൊളി. തുമ്പ എന്താ പൊളിയില്ല, അത് പൊളിയൊക്കെ വേണ്ട. എനിക്കൂടെ എനിക്ക് ഇതുപോലെ ഇവർ തിരുന്നുകൊണ്ട് കൊതി വന്നായിരുന്നു മുമ്പേ. ഞാൻ വീഡിയോ പിടിച്ചിരിക്കുമല്ലോ. സോപ്പാ അടിപൊളി. ഇനി ഇതെല്ലാം ഇതിലൂടെ നീ തിന്നില്ലേ?